ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ന്യായാധിപന്മാരിൽ നിന്നുള്ള 14ാമത്തെ വീഡിയോയാണ്. ന്യായാധിപന്മാർ 20ാം അധ്യായത്തിന്റെ 2ാം ഭാഗമാണ്. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തിവരികയാണ്. ന്യായാധിപന്മാരിൽ നിന്നുള്ള 8 അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞു. 3 അധ്യായങ്ങൾ കൂടി നടത്തിയതിനു ശേഷം ന്യായാധിപന്മാരിലെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി 100 മാർക്കിന്റെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുന്ന നമ്പരും അയച്ചു തരിക. ഒന്നാമത്തെ ചോദ്യം: ആരാണ് 2ാം ദിവസവും ഗിബയായിൽ വന്ന് അവരെ ഇസ്രായേൽക്കാരെ നേരിട്ടത്? ബെഞ്ചമിൻ ഗോത്രക്കാർ. ചോദ്യം 2: ബെഞ്ചമിൻ ഗോത്രക്കാർ 2ാം ദിവസവും എവിടെ നിന്നു വന്നാണ് അവരെ ഇസ്രായേൽക്കാരെ നേരിട്ടത്? ഗിബയായിൽ നിന്നു വന്ന്. 3: ബെഞ്ചമിൻ ഗോത്രക്കാർ 2ാം ദിവസവും ഗിബയായിൽ നിന്നു വന്ന് അവരെ നേരിട്ടപ്പോൾ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു? 18,000. 4: ബെഞ്ചമിൻ ഗോത്രക്കാർ 2ാം ദിവസവും ഗിബയായിൽ നിന്നു വന്ന് അവരെ നേരിട്ടപ്പോൾ എങ്ങനെയുള്ള 18,000 ഇസ്രായേൽക്കാരെയാണ് വധിച്ചത്? ഖഡ്ഗധാരികളായ. 5: ബെഞ്ചമിൻ ഗോത്രക്കാർ 2ാം ദിവസവും ഗിബയായിൽ നിന്നു വന്ന് അവരെ നേരിട്ടു. ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ എന്തു ചെയ്തു? വധിച്ചു. 6: ബെഞ്ചമിൻ ഗോത്രക്കാർ 2ാം ദിവസവും വന്ന് ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോൾ ഇസ്രായേൽ സമൂഹം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് എന്താണ് ചെയ്തത്? ബഥേലിൽ വന്ന് കരഞ്ഞു. 7: ബെഞ്ചമിൻ ഗോത്രക്കാർ 2ാം ദിവസവും വന്ന് ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോൾ ആരെല്ലാം ചേർന്ന് ബഥേലിൽ വന്ന് കരഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ ജനം മുഴുവനും, യോദ്ധാക്കളെല്ലാം. 8: ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് എവിടെ വന്നാണ് കരഞ്ഞത്? ബഥേലിൽ. 9: ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബഥേലിൽ വന്ന് കരഞ്ഞു. അവർ ആ ദിവസം എപ്പോൾ വരെയാണ് കർത്താവിന്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തത്? സായാഹ്നം വരെ. 10: അവർ ആ ദിവസം സായാഹ്നം വരെ ആരുടെ മുമ്പിലാണ് ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തത്? കർത്താവിന്റെ. 11: അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിന്റെ മുമ്പിൽ എന്തെല്ലാമാണ് ചെയ്തത്? ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. 13: ഇസ്രായേൽ ജനം ആരുടെ ഹിതം ആരാഞ്ഞു എന്നാണ് ന്യായാധിപന്മാർ 20:27 പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ. 14: ദൈവത്തിന്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു. എവിടെ? ബഥേലിൽ. 15: ദൈവത്തിന്റെ വാഗ്ദാന പേടകം ബഥേലിലായിരുന്ന കാലത്ത് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര്? ഫിനെഹാസ്. 16: അന്നാളുകളിൽ അവിടെ ആയിരുന്നു എന്ന് ന്യായാധിപന്മാർ 20:28 പറഞ്ഞിരിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ വാഗ്ദാന പേടകം. അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ബഥേലിലാണ്. 17: അഹ്റോന്റെ പുത്രൻ ആര്? എലയാസർ. 18: എലയാസറിന്റെ പിതാവ് അഹ്റോൻ. 19: എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ്. 20: ഫിനെഹാസിന്റെ പിതാവ് എലയാസർ. 21: അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് ഡാഷ് നടത്തിയിരുന്നത്. ന്യായാധിപന്മാർ 20:28 പ്രകാരം പൂരിപ്പിക്കുക. പൗരോഹിത്യ ശുശ്രൂഷ. 22: അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? ആരാണ് ഇത് ചോദിച്ചത്? ഇസ്രായേൽ ജനം. 23: ഞങ്ങളുടെ സഹോദരന്മാരായ ആർക്കെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്നാണ് അവർ ചോദിച്ചത്? ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി. 24: ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി
ഞങ്ങൾ എന്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്നാണ് അവർ ചോദിച്ചത്. യുദ്ധത്തിന്. 25 ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ എന്തു ചെയ്യണമോ എന്നാണ് അവർ ചോദിച്ചത്. പിന്മാറണമോ. 26 ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന് അവർ ചോദിച്ചപ്പോൾ കർത്താവ് നൽകിയ ഉത്തരമെന്ത്? നിങ്ങൾ പോവുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. 27 നിങ്ങൾ പോവുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് ഉത്തരമരുളിയതാര്? കർത്താവ്. 28 ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന് ചോദിച്ച അവരോട് കർത്താവ് ആദ്യം അരുൾ ചെയ്ത ഉത്തരമെന്ത്? നിങ്ങൾ പോവുക. 29 നിങ്ങൾ പോവുക, നാളെ ഞാൻ അവരെ എന്തു ചെയ്യും എന്നാണ് കർത്താവ് അരുൾ ചെയ്തത്? നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. 30 നാളെ ആര് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് കർത്താവ് അരുൾ ചെയ്തത്? ഞാൻ, അതായത് കർത്താവ്. 31 ഇസ്രായേൽക്കാർ എന്തിനു ചുറ്റും ആളുകളെ പതിയിരുത്തി എന്നാണ് ന്യായാധിപന്മാർ 20:29 പറഞ്ഞിരിക്കുന്നത്? ഗിബയായ്ക്കു ചുറ്റും. 32 ഗിബയായ്ക്കു ചുറ്റും ആളുകളെ പതിയിരുത്തിയത് ആര്? ഇസ്രായേൽക്കാർ. 33 ഇസ്രായേൽക്കാർ ഗിബയായ്ക്ക് ചുറ്റും പതിയിരുത്തിയത് ആരെ? ആളുകളെ. 34 ഇസ്രായേൽക്കാർ ഗിബയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. അതിനുശേഷം 3-ാം ദിവസവും ഇസ്രായേൽക്കാർ യുദ്ധത്തിനിറങ്ങിയത് ആർക്കെതിരെ? ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി. 35 ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 3-ാം ദിവസവും യുദ്ധത്തിനിറങ്ങിയതാര്? ഇസ്രായേൽക്കാർ. 36 3-ാം ദിവസവും ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ ചെയ്തത് എന്ത്? മറ്റു 2 ദിവസങ്ങളിലെ പോലെ ഗിബയായ്ക്കെതിരായി അണിനിരന്നു. 37 3-ാം ദിവസവും ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ എങ്ങനെയാണ് അവർക്കെതിരായി അണിനിരന്നത്? മറ്റു 2 അവസരങ്ങളിലെ പോലെ. 38 മറ്റു 2 അവസരങ്ങളിലെ പോലെ ഇസ്രായേൽ ഗിബയായ്ക്കെതിരായി അണിനിരന്നപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ചെയ്തതെന്ത്? ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്നും പുറത്തു വന്നു. 39 ബെഞ്ചമിൻ ഗോത്രക്കാർ പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നത് ആർക്കെതിരായി? ഇസ്രായേൽ ജനത്തിനെതിരായി. 40 ഇസ്രായേൽ ജനത്തിനെതിരായി ബെഞ്ചമിൻ ഗോത്രക്കാർ പുറത്തു വന്നത് എവിടെ നിന്ന്? പട്ടണത്തിൽ നിന്ന്. 41 ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്നും പുറത്തു വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ ചെയ്തതെന്ത്? മുന്നവസരങ്ങളിലെ പോലെ ബഥേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വച്ചും വിജനപ്രദേശത്ത് വച്ചും അവർ കൊല തുടങ്ങി. 42 എവിടേക്കെല്ലാം പോകുന്ന പെരുവഴികളിൽ വച്ചും വിജനപ്രദേശത്ത് വച്ചുമാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കൊല തുടങ്ങിയത്? ബഥേലിലേക്കും ഗിബയായിലേക്കും. 43 ബഥേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വച്ചും വിജനപ്രദേശത്തു വച്ചും ബെഞ്ചമിൻ ഗോത്രക്കാർ കൊല തുടങ്ങിയപ്പോൾ വധിക്കപ്പെട്ടത് എത്ര ഇസ്രായേൽക്കാർ? 30ഓളം. 44 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞതെന്ത്? അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു. 45 അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തതെന്ത്? അവർ കൂടിയാലോചിച്ചു. 46 ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചത് എന്ത്? നമുക്ക് പലായനം ചെയ്യാം, അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. 47 നമുക്ക് പലായനം ചെയ്യാം, അങ്ങനെ അവരെ പെരുവഴിയിലേക്ക് ആനയിക്കാം. ആരെ ആനയിക്കുന്ന കാര്യമാണ് പറയുന്നത്? ബെഞ്ചമിൻ ഗോത്രക്കാരെ. 48 ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു പുറപ്പെട്ട് എവിടെയാണ് അണിനിരുന്നത്? ബാൽതാമാറിൽ. 49 ബാൽതാമാറിൽ അണിനിരന്നതാര്? ഇസ്രായേൽ ഒന്നടങ്കം. 50 ഇസ്രായേൽ ഒന്നടങ്കം ബാൽതാമാറിൽ അണിനിരന്നതെങ്ങനെ? തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട്. 51 ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽതാമാറിൽ അണിനിരന്നപ്പോൾ ഓടിക്കൂടിയതാര്?
ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേല്യർ. 52 എവിടെ പതിയിരുന്ന ഇസ്രായേല്യരാണ് ഓടിക്കൂടിയത്? ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത്. 53 ഗിബയായ്ക്ക് എതിരായി അണിനിരന്നതാര്? തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേല്യർ. 54 ഗിബയായ്ക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേല്യർ അണിനിരന്നു. ഡാഷ് നടന്നു. ന്യായാധിപന്മാർ 20:34 പ്രകാരം പൂരിപ്പിക്കുക. ഉഗ്രമായ പോരാട്ടം. 55 ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിയാതിരുന്നതാര്? ബെഞ്ചമിൻ ഗോത്രക്കാർ. 56 ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല എന്ന് ന്യായാധിപന്മാർ 20:34 പറഞ്ഞിരിക്കുന്നത് എന്ത്? തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന്. 57 ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയതാര്? കർത്താവ്. 58 ഇസ്രായേലിയരുടെ മുൻപിൽ കർത്താവ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ബെഞ്ചമിൻ ഗോത്രക്കാരെ. 59 ബെഞ്ചമിൻ ഗോത്രക്കാരെ ആരുടെ മുമ്പിലാണ് കർത്താവ് പരാജയപ്പെടുത്തിയത്? ഇസ്രായേലിയരുടെ. 60 ഖഡ്ഗധാരികളായ എത്ര പേരെയാണ് ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തിയത്? 25,100 പേരെ. 61 ഖഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം വകവരുത്തിയതാര്? ഇസ്രായേൽക്കാർ. 62 എങ്ങനെയുള്ള 25,100 പേരെയാണ് ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തിയത്? ഖഡ്ഗധാരികളായ. 63 ഖഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി. അപ്പോൾ തങ്ങൾ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതാര്? ബെഞ്ചമിൻ ഗോത്രക്കാർ. 64 ആരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്നും പിൻവാങ്ങിയത്? ഗിബയായ്ക്കെതിരെ പതിയിരുന്നവരെ. 65 എന്തിനെതിരെ പതിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്നും പിൻവാങ്ങിയത്? ഗിബയായ്ക്കെതിരെ. 66 ഗിബയായ്ക്കെതിരെ പതിയിരുന്നവരിൽ എന്ത് അർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്നും പിൻവാങ്ങിയത്? വിശ്വാസമർപ്പിച്ചുകൊണ്ട്. 67 ആരാണ് ഗിബയായിലേക്ക് തള്ളിക്കയറിയത്? പതിയിരിപ്പുകാർ. 68 പതിയിരിപ്പുകാർ ചെയ്തതെന്ത്? ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. 69 പട്ടണം മുഴുവൻ വാളിനിരയാക്കിയതാര്? ഗിബയായിലേക്ക് തള്ളിക്കയറിയ പതിയിരിപ്പുകാർ. 70 ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ പറഞ്ഞൊത്തിരുന്നത് എന്ത്? അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന്. 71 ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണം എന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നത് എന്തിനു വേണ്ടി? അടയാളമായി. 72 എവിടെ ഒരു വലിയ പുകപടലം ഉയർത്തണം എന്നാണ് ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ പറഞ്ഞൊത്തിരുന്നത്? പട്ടണത്തിൽ. 73 പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്നും അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ എന്തു ചെയ്യണം എന്നുമായിരുന്നു ധാരണ. യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണം. 74 പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്നും അതു കാണുമ്പോൾ ആര് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നും ആയിരുന്നു ധാരണ ഇസ്രായേൽക്കാർ. 75 ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് എപ്പോൾ? യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും. 76 യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് എന്ത്? ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു. 77 ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത്? പരാജയപ്പെട്ടിരിക്കുന്നു. 78 പട്ടണത്തിൽ നിന്നും പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കിയതാര്? ബെഞ്ചമിൻ ഗോത്രക്കാർ. 79 പട്ടണത്തിൽ നിന്നും എന്ത് ഉയരാൻ തുടങ്ങിയപ്പോഴാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയത്? പുകപടലം. 80 അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തേക്ക് ഉയർന്നു. അതേ തുടർന്ന് ആര് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽക്കാർ. 81 ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ സംഭ്രാന്തരായതാര്? ബെഞ്ചമിൻകാർ. 82 സംഭ്രാന്തരായ ബെഞ്ചമിൻകാർ എന്താണ് കണ്ടത്? നാശം അടുത്തെന്ന്. 83
നാശം അടുത്തെന്ന് കണ്ടതാര്? സംഭ്രാന്തരായ ബെഞ്ചമിൻകാർ. 84 നാശം അടുത്തെന്ന് കണ്ട് സംഭ്രാന്തരായ ബെഞ്ചമിൻകാർ ചെയ്തതെന്ത്? ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. 85 ഇസ്രായേൽക്കാരെ വിട്ട് എവിടേക്കാണ് ബെഞ്ചമിൻകാർ പലായനം ചെയ്തത്? മരുഭൂമിയിലേക്ക്. 86 ആരെ വിട്ടാണ് ബെഞ്ചമിൻകാർ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തത്? ഇസ്രായേൽക്കാരെ. 87 ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻകാർക്ക് സംഭവിച്ചതെന്ത്? അവർ കുടുങ്ങി. 88 മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻകാരോട് ഏറ്റുമുട്ടിയതാര്? പട്ടണത്തിൽ നിന്നും വന്നവർ. 89 പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി. അവരെ, അതായത് ബെഞ്ചമിൻകാരെ എന്തു ചെയ്തു? നശിപ്പിച്ചു. 90 പട്ടണത്തിൽ നിന്നും വന്നവർ ആരെയാണ് ഏറ്റുമുട്ടി നശിപ്പിച്ചത്? ബെഞ്ചമിൻകാരെ. 91 ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞത്? ഇസ്രായേൽക്കാർ. 92 ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ ഇസ്രായേൽക്കാർ എവിടെ മുതൽ എവിടെ വരെയാണ് പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തിയത്? നോഹാഹ് മുതൽ കിഴക്ക് ഗിബയ വരെ. 93 നോഹാഹ് മുതൽ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്ന് നിശേഷം പരാജയപ്പെടുത്തിയത്? കിഴക്ക് ഗിബയ വരെ. 94 യുദ്ധവീരന്മാരായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു? 18000. 95 എങ്ങനെയുള്ള 18000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു എന്നാണ് ന്യായാധിപന്മാർ 20:44 പറഞ്ഞിരിക്കുന്നത്? യുദ്ധവീരന്മാരായ. 96 യുദ്ധവീരന്മാരായ 18000 ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് സംഭവിച്ചത് എന്ത്? നിലംപതിച്ചു. 97 യുദ്ധവീരന്മാരായ 18000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു. ശേഷിച്ചവർ തിരിഞ്ഞ് എവിടേക്കാണ് ഓടിയത്? മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക്. 98 മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടിയതാര്? ശേഷിച്ചവർ. 99 റിമ്മോൺ പാറ എവിടെയാണ്? മരുഭൂമിയിൽ. 100 അവരിൽ 5000 പേർ പെരുവഴിയിൽ വച്ച് കൊല്ലപ്പെട്ടു. ആര്? മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടിയവരിൽ. 101 അവരിൽ 5000 പേർ പെരുവഴിയിൽ വച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത്? ഗിദോം വരെ. 102 അവരിൽ 5000 പേർ പെരുവഴിയിൽ വച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗിദോം വരെ അനുധാവനം ചെയ്തതാര്? ഇസ്രായേൽക്കാർ. 103 ബാക്കിയുള്ളവരെ ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ എത്ര പേരാണ് വധിക്കപ്പെട്ടു എന്ന് ന്യായാധിപന്മാർ 20:45 പറഞ്ഞിരിക്കുന്നത്? 2000 പേർ. അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു? 25000. ഒരു തവണ 18000, പിന്നീട് 5000, പിന്നീട് 2000. അങ്ങനെയാണ് ആകെ 25000 പേർ കൊല്ലപ്പെടുന്നത്. 105 ഏത് ഗോത്രത്തിൽപ്പെട്ട 25000 ധീരയോദ്ധാക്കളാണ് അന്ന് കൊല്ലപ്പെട്ടത്? ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട. 106 അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. എത്ര പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? 600 പേർ. 107 600 പേർ മരുഭൂമിയിൽ ഏതു പാറയിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്? റിമ്മോൺ പാറയിലേക്ക്. 108 മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേർ അവിടെ താമസിച്ചത് എത്ര നാൾ? 4 മാസം. 109 4 മാസം അവിടെ താമസിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേരെ കുറിച്ച്. 110 ഇസ്രായേൽ തിരിച്ചു വന്ന് വീണ്ടും ആക്രമിച്ചത് എന്തിനെ? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം. 111 ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചതാര്? ഇസ്രായേൽ. 112 തിരിച്ചു വന്ന് ബെഞ്ചമിൻകാരുടെ ദേശം വീണ്ടും ആക്രമിച്ച ഇസ്രായേൽ ചെയ്തത് എന്തെല്ലാം? മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു. 113 തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ച ഇസ്രായേൽ വാളിനിരയാക്കിയത് ആരെയെല്ലാം? മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും. 114 മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കിയത് ആര്?
തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ച ഇസ്രായേൽക്കാർ. 115 തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ച ഇസ്രായേൽ തീവച്ചത് എന്തിന്? പട്ടണങ്ങൾക്ക്. ഇങ്ങനെ 115 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 20-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 2 വീഡിയോ കൂടിയാകുമ്പോൾ 21-ാം അധ്യായവും തീരുകയാണ്. 2025 ലോഗോസിന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളും അതോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതേ തുടർന്ന് പ്രഭാഷകന്റെ വീഡിയോയായിരിക്കും ചെയ്തു തുടങ്ങുന്നത്. ഇതിന് സമാന്തരമായി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്ന കാര്യം പറഞ്ഞു. ബൈബിൾ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ അത് ആരംഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം എല്ലാ ദിവസവും 4-5 വാക്യങ്ങൾ 2025 ലോഗോസിൻ്റെതു തന്നെ കാണാതെ പഠിക്കുന്ന ഒരു ഉദ്യമം കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ജനറൽ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്. അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വചനം നന്നായി പഠിക്കുക. പരമാവധി ആളുകൾക്ക് വചനം പഠിക്കാൻ പ്രേരണ നൽകുക. ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.